ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ആകർഷകമായ മുഖഭാവവും ബഹുമാന്യമായ വ്യക്തിത്വവും ഉണ്ടായിരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നാം തന്നെയാണ് നമ്മുടെ മുഖഭാവത്തിന് രൂപം നൽകുന്നത്. ആന്തരിക സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ മുഖഭാവത്തിൽ മാറ്റങ്ങളുണ്ടാകും. വിശുദ്ധമായ കാര്യങ്ങൾ ചിന്തിക്കുകയും മാന്യമായവ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുഖഭാവം ശാന്തഗംഭീരവും ദൈവകൃപയുടെ പ്രകാശം പരത്തുന്നതുമായിരിക്കും. അശുദ്ധ ചിന്തകൾ ഉള്ളിൽ ഒതുക്കുകയും താണ നിലവാരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നവരുടെ മുഖഭാവം അതിവേഗം അനാകർഷകമായി തീരും. ആന്തരിക നിരൂപണങ്ങൾക്കനുസരിച്ച് നമ്മുടെ മുഖഭാവത്തിന് വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്ന അദൃശ്യ ശില്പിയായ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ മനോഹരമായ കൊത്തുപണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ പറയുന്നു, തെറ്റിൽ ജീവിക്കുന്ന ജനത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷിക്കുന്നു. അവർ സോദോം പോലെ അവരുടെ പാപത്തെ പരസ്യമാക്കുന്നു എന്ന്. മറ്റൊരു ഭാഗത്ത് സ്തേഫാനോസിൻ്റെ മുഖം ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ ഇരിക്കുന്നു എന്നു പറയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവുമായുള്ള അവൻ്റെ ബന്ധം മുഖഭാവത്തിൽ മാറ്റം വരുത്തി. നമ്മുടെ ചിന്തകൾ ഏതുതരം വിഷയങ്ങളെ ചുറ്റിയാണ് പരിവർത്തിക്കുന്നതെന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അലങ്കാര വസ്തുക്കളോ മോടിയായ വസ്ത്രധാരണമോ അല്ല, നമ്മുടെ മുഖഭാവമാണ് യഥാർത്ഥ സൗന്ദര്യം. നമ്മുടെ ഉള്ളിൽ ആരംഭിച്ച് വളരുന്ന ചിന്തകൾ എന്നും ഹൃദയത്തിൽ ഒതുങ്ങിയിരിക്കുകയില്ല. അവ കര കവിഞ്ഞൊഴുകി നമ്മുടെ മുഖഭാവത്തിലൂടെ പ്രത്യക്ഷപ്പെടും. മുഖം ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ്. സങ്കീർത്തനം 34:5. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.